ഹരേ കൃഷ്ണ, നമസ്തേ. നേരം ഓൺലൈനിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് വളരെ വിശിഷ്ടമായ ത്രിഷ്ടുപ് മന്ത്രത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ത്രിഷ്ടുപ് മന്ത്രം എന്നത് നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ ശത്രുദോഷം, ആഭിചാരദോഷം, വിളിദോഷം, കമ്പയർ അല്ലെങ്കിൽ അനിഷ്ടങ്ങളെ, നെഗറ്റീവ് ശക്തികളെ ഓടിച്ച് നമ്മളെ സംരക്ഷിക്കാൻ സാക്ഷാൽ ദുർഗാ പരമേശ്വരിയുടെ വളരെ വിശിഷ്ടമായ മന്ത്രമാണ് ത്രിഷ്ടുപ് മന്ത്രം. വലിയ താന്ത്രികന്മാർ പോലും ഉപയോഗിക്കുന്നതും, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നെഗറ്റീവ് ശക്തികളെ ആട്ടി ഓടിക്കാൻ ഉപയോഗിക്കുന്ന വളരെ വിശിഷ്ടമായ മന്ത്രമാണിത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എഴുതിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിത് പിന്നീട് ജപിച്ച് ബൈഹാർട്ട് ആക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെന്നാണ് അമ്മയുടെ നാമത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ ആ മന്ത്രത്തിലേക്ക് കടക്കുന്നു, ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഓം ജാതവേദസേ സുനവാമസോമ മരാദിയതോ നിദഹാദിവേദ സഹ വർഷദതി ദുർഗാണി വിശ്വ നവേവ സിന്ധും ദുരിതാത്യാഗ്നി. ഈ ത്രിഷ്ടുപ് മന്ത്രം നിങ്ങൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എഴുതിയെടുത്ത് സന്ധ്യയ്ക്കോ, കഴിയുന്നത് സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ സന്ധ്യയ്ക്ക് ദീപം തെളിക്കുന്ന സമയത്ത്, നിലവിളക്ക് തെളിക്കുന്ന സമയത്ത് ഒരു ചെറിയ തട്ടത്തിൽ കുറച്ച് ഭസ്മം എടുത്ത് അതിൽ തൊട്ടുകൊണ്ട് കുറഞ്ഞത് 9 രൂപ, കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എപ്പോഴും ഏത് മന്ത്രങ്ങളും 9 അതിൻ്റെ ഗുണിതങ്ങളുമാണ് ജപിക്കുന്നത് നല്ലത്. 9, 21, 36, 51, 108 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യ ജപിച്ചിട്ട് ഈ ഭസ്മം സൂക്ഷിച്ചു വെച്ചിരുന്നാൽ, ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ അനിഷ്ടങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫീൽ ചെയ്താൽ നമുക്ക് ഇടാൻ നല്ലതാണ്. അതുപോലെ തന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ കാര്യസാധ്യത്തിന് അത് ഇട്ടുകൊണ്ട് പോകാം. ഈ നെഗറ്റീവ് ശക്തികളെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതിൽ നമ്മൾ തന്നെ ഇപ്പോൾ വളരെ സ്മാർട്ടായിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അയ്യോ നന്നായിരിക്കുന്നു അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയുമ്പോൾ അവരുടെ നാവിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് പറയാൻ അസൂയയുടെ ഒരു നെഗറ്റീവ് ശക്തി നമ്മളിലേക്ക് വരും. ആ ഒരു സ്പാർക്ക് നമ്മളിൽ ബാധിക്കുമ്പം പിന്നെ നമുക്ക് എന്താ പറയുക, ക്ഷീണമാവും, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടുള്ള നമ്മുടെ കർമ്മങ്ങളിലൊക്കെ കുറച്ച് മന്ദതയും അലസതയും വരും. ഇപ്പോൾ ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് കണ്ട് ഒരാൾ പറയണം, അയ്യോ ആ കുട്ടി ഭയങ്കര പഠിത്തമാണ് കേട്ടോ, മിടുക്കിയാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ജാതകാൽ പറയുമ്പോൾ നാവിൽ പുള്ളിയുള്ളവരെന്ന് പറയും, കരിമ്പുള്ളിയുള്ളവരെന്ന് പറയും. അതുപോലെ തന്നെ കണ്ണേറ് ദോഷം, നാവേറ് ദോഷം, അതുപോലെ തന്നെ ചില പ്രത്യേക നക്ഷത്രങ്ങൾ, അതായത് ജാതകാൽ 2-ൽ സർപ്പനോ ഗുളിയനോ ഒക്കെ നിൽക്കുന്നവർ പറഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കും. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി, നമ്മൾ ഒരു സ്ഥലത്തും പോണ്ട, നമ്മൾ തന്നെ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് ഈ മന്ത്രം ജപിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാർ തന്നെ നമ്മുടെ ശത്രുക്കളായിട്ട് മാറുക, തെറ്റിദ്ധാരണ കൊണ്ട് നമുക്കെതിരെ ഏഷണി പറയുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഏതെങ്കിലും ദേവീ ക്ഷേത്രത്തിൽ പോയി ഈ മന്ത്രം അമ്മയെ മനസ്സിൽ നന്നായി വിചാരിച്ചുകൊണ്ട് മനസ്സിൽ തന്നെ നമ്മളൊരു 9 രൂപ ജപിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും വരാൻ നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളെ അനിഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്ന് മാത്രമേ എപ്പോഴും പ്രാർത്ഥിക്കാവൂ, പോസിറ്റീവായി മാത്രമേ ചിന്തിക്കാവൂ. അങ്ങനെ ചെയ്താൽ ജീവിതത്തിൽ അമ്മ കൂടെ നിൽക്കും. ഈ ത്രിഷ്ടുപ് മന്ത്രം നിങ്ങൾക്ക് ഗുണകരമായിട്ട് മാറും. ഏതവസ്ഥകളിലും നിങ്ങളുടെ എത്ര വലിയ കടുത്ത ശത്രുദോഷം, ആഭിചാരം, വിളിദോഷം, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, നമ്മൾ പറയില്ലേ ചില അതിന് ഈ നാടൻ ഭാഷയിൽ പറയും ചെയ്വന, അങ്ങനെയൊക്കെ പറയും, അല്ലെങ്കിൽ വരുത്ത് ദോഷം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതിനെല്ലാത്തിനും പരിഹാരമാണ് ഈ മന്ത്രം. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. ആ ഭസ്മം ജപിച്ച് നമ്മൾ നെറ്റിയിലിട്ടാൽ മതി. എന്തായാലും ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരൂ. ഇതിൻ്റെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് സംശയങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ ഇടാം. എന്നും നിങ്ങളെ സാക്ഷാൽ പരാശക്തി അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.